ಹಾಯ್ ಗೈಸ್, ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್ ಮೈ ವೇ ಆಲ್ ಡೇ. ನಾನು ಶೈನಿ ಶ್ರೀಧರ್. ಇವತ್ತು ತುಂಬ ಈಸಿಯಾಗಿ ತುಂಬ ಟೇಸ್ಟಿಯಾಗಿರೋ ಒಂದು ಮಿಕ್ಸ್ಚರ್ ಹೇಗೆ ಮಾಡೋದೆಂಬುದನ್ನು ನೋಡೋಣ. ಟೀ ಇಲ್ಲಾಂದರೆ ಕಾಫಿ ಜೊತೆಲಿ ಈ ಥರ ಒಂದು ಮಿಕ್ಸ್ಚರ್ ಇದ್ದರೆ ಮತ್ತೆ ಮತ್ತೆ തിന്നಬೇಕು ಅಂತ അനിಸುತ್ತೆ. അಷ್ಟು ടേസ്റ്റിയാಗಿರುತ್ತೆ. ഹീಗೆ ಮಾಡೋದೆಂಬുದನ್ನು നോടോണ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. രുചിക്ക് തക്കಷ್ಟು ഉപ്പും നമ്മൾ പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ಅರ್ಧ ಟೀಸ್ಪೂನಷ್ಟು ಅರಿಶಿನ ಪೌಡರ್ ತೊಗೊಂಡಿದ್ದೀನಿ. 1ರಿಂದ 1.5 ಟೀಸ್ಪೂನಷ್ಟು ಚಿಲ್ಲಿ ಪೌಡ್ರ್ ಹಾಕ್ಬೋದು. ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/2 കപ്പ്. ഒരു ಕಡಲೆ ಒಂದು 1/2 ಕಪ್ ಅಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ಕಡಲೆ ಬೀಜ ಒಂದು 1/2 ಕಪ್ ಅಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ನೆಲಕಡಲೆ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ്. പിന്നെ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/2 ടീസ്പൂൺ. ಹಿಂಗು ಒಂದು 1/2 ಟೀಸ್ಪೂನಷ್ಟು ತೊಗೊಂಡಿದ್ದೀನಿ. ಹಸಿಮೆಣಸಿನಕಾಯಿ 1-2 ತೊಗೊಂಡಿದ್ದೀನಿ. 2ರಿಂದ 3 ಬೆಳ್ಳುಳ್ಳಿ, കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമാവില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ಬೆಳ್ಳುಳ್ಳಿ ಇಷ್ಟ ಆಗಲ್ಲ ಅಂದರೆ ಸ್ಕಿಪ್ ಮಾಡಿ. ಇವಾಗ ಶುರು ಮಾಡೋಣ. ಕಡಲೆ ಹಿಟ್ಟು ಒಂದು ಬೇರೆ ಪಾತ್ರೆಗೆ ಹಾಕ್ಕೊಳ್ಳೋಣ. ಒಂದು 1/2 ಟೀಸ್ಪೂನಷ್ಟು ಅರಿಶಿನ ಪೌಡರು ಅದಕ್ಕೆ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಸ್ವಲ್ಪ സാൾട്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ നമുക്ക് വളരെ അത്ര തന്നെ ടേസ്റ്റിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളത്. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് മിക്സ്ചറാവും. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. മിക്സ്ചറാകുമ്പോൾ ഒരു ടീയോ കോഫിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും വീട്ടിലൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബേക്കറി ഐറ്റം ആണല്ലോ. നമ്മൾ ബേക്കറിയിൽ പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാതെ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സ്പൂണിൽ തന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് തന്നെ കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പിടിക്കും കയ്യിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ಇವಾಗ ಫಸ್ಟಿಗೆ ಸ್ವಲ್ಪ ನೀರು ಹಾಕ್ಕೊಂಡು ಸ್ಪೂನಲ್ಲೇ ಹಂಗೆ ಮಿಕ್ಸ್ ಮಾಡೋಣ. ಇಲ್ಲಾಂದರೆ ಕೈಯಲ್ಲೆಲ್ಲ ಅಂಟ್ಕೊಂಡ್ಬಿಡುತ್ತೆ. ಹಾಗಾಗಿ ಸ್ವಲ್ಪ ಫಸ್ಟ್ ಮಿಕ್ಸ್ ಮಾಡಿದ ಮೇಲೆ ಸ್ವಲ್ಪ ಕೈಯಲ್ಲಿ ಆಯಿಲ್ ಹಾಕಿ ಅದು ಚಪಾತಿ ಹಿಟ್ಟು ಥರ ಕಲಸಿದ್ರೆ ಸಾಕು. ಅದಕ್ಕಿಂತ ಸ್ವಲ್ಪ ನೀರೆಲ್ಲ ಜಾಸ್ತಿ ಆಯಿತು ಅಂದರೂ ಪರವಾಗಿಲ್ಲ, ಅದೇನು ಪ್ರಾಬ್ಲಮ್ ಆಗಲ್ಲ. ಇವಾಗ മിക്സ് ಮಾಡಿದೆ ನೋಡಿ, ഈ ಥರ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 7 അരിയിൽ അത് ഫില്ല് ചെയ്തിട്ട്, ഞാൻ വളരെ ചെറിയ ഹോൾസുള്ള ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് ഉണ്ടാവുമല്ലോ, വലിയ കുറച്ചും കൂടി വലിയ ഹോളുള്ളത്, അത് രണ്ടിലും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ വളരെ ചെറുതുള്ളതാകുമ്പോഴാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ಜಸ್ಟ್ ಇದರಲ್ಲಿ ಸೇವ್ ಥರ ಮಾಡೋಣ. ಚಿಕ್ಕದಾಗಿರೋ ಹೋಲ್ಸ್ ಇರೋ ಇದರಲ್ಲಿ ಮಾಡ್ತಿರೋದು. ನೀವು ಬೇಕಂದರೆ ಇದಕ್ಕಿಂತ ನೆಕ್ಸ್ಟ್ ಸೈಜ್ ದೊಡ್ಡದಾಗಿ ಸ್ವಲ್ಪ ದೊಡ್ಡದಾಗಿರೋ ಹೋಲ್ಸ್ ಇರೋದ್ರಲ್ಲಿ ಮಾಡಿದ್ರೆ ಸೇವ್ ಸ್ವಲ್ಪ ದಪ್ಪ ಇರುತ್ತೆ ಅಷ್ಟೇ. ಅರ್ಧ ಅದರಲ್ಲೂ ಅರ್ಧ ಇದರಲ್ಲೂ ಮಾಡಿದ್ರು ಚೆನ್ನಾಗಿರುತ್ತೆ. ನಾನು ಮನೇಲಿ ತುಂಬ ಸಣ್ಣಾಗಿರೋ ಸೇವ್ ಥರ ಇರೋದೇ ಇಷ್ಟ ಆಗೋದು, ಹಾಗಾಗಿ ಆ ಥರ ಮಾಡ್ತಿರೋದು. ನಿಮ್ಮ ಇಷ್ಟ, ನಿಮಗೆ ಯಾವುದು ಬೇಕೋ ಆ ಥರ ಮಾಡ್ಬೋದು. ಇವಾಗ ಇದು ರೆಡಿ ಮಾಡಿ ഇട്ടുಕೊಳ್ಳೋಣ. ഞാനത് ഫില്ല് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി എടുക്കാം. ಇವಾಗ ಒಂದು ಪ್ಯಾನಲ್ಲಿ ಸ್ವಲ್ಪ ಆಯಿಲ್ ಹಾಕ್ಕೊಂಡು ಬಿಸಿ ಮಾಡೋಣ. ಆಯಿಲ್ ಬಿಸಿ ಆದಮೇಲೆ ಅದಕ್ಕೆ ಹಾಕ್ಕೊಂಡು ಫ್ರೈ ಮಾಡೋಣ. ಬೇಗ ಬೇಗ ಫ್ರೈ ಆಗುತ್ತೆ, ಜಾಸ್ತಿ ಟೈಮ್ ತೊಗೊಳ್ಳಲ್ಲ. ಯಾಕೆಂದರೆ ಸಣ್ಣಾಗಿರೋದ್ರಿಂದ, ಸಣ್ಣ ಸೇವ್ ಥರ ಇರೋದ್ರಿಂದ ಬೇಗ ಬೇಗ ರೆಡಿ ಆಗುತ್ತೆ. നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ വേഗം വേഗം അത് ഫ്രൈ ആയിട്ട് വരും. നമുക്ക് ഇപ്പോൾ അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ബബിൾസൊക്കെ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫ്രൈ ആയിട്ടുണ്ടെന്ന്.
നമ്മളെടുത്ത് ಮಾറ്റാം. ಇವಾಗ ನೋಡಿ ಬಬಲ್ಸ್ ಎಲ್ಲ ಸ್ಟಾಪ್ ಆಗಿದೆ, ಫ್ರೈ ಆಗಿದೆ, ಹಾಗಾಗಿ ತೆಗಿಯೋಣ. ಇವಾಗ ಎಲ್ಲ ಫ್ರೈ ಮಾಡಿ ಎತ್ತಿಟ್ಟಿದ್ದೀನಿ. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ പീസായിട്ട് നമുക്ക് കിട്ടും. ಅದು ಇವಾಗ ಜಸ್ಟ್ ಕೈಯಲ್ಲೊಂದು ಈ ಥರ ಪ್ರೆಸ್ ಮಾಡಿದ್ರೆ ಪೀಸ್ ಆಗುತ್ತೆ. ಅದು ಹಂಗೆ ರೆಡಿ ಮಾಡಿ ಇಟ್ಕೊಳ್ಳೋಣ. ಇದೇ ಥರ ನೆಕ್ಸ್ಟ್ ಸೈಜಲ್ಲಿ ಅರ್ಧ ಈ ಥರ ಮಾಡಿಕೊಂಡ್ರು ಸ್ವಲ್ಪ ದಪ್ಪಾಗಿರೋ ಸೇವ್ ಥರ ಸಿಗುತ್ತೆ, ಹಂಗೂ ಮಾಡ್ಬೋದು. ಇವಾಗ ಇದು ರೆಡಿಯಾಗಿದೆ. ಮಸಾಲೆ ಮಿಕ್ಸ್ ಮಾಡ್ಕೊಳ್ಳೋಣ. ಮತ್ತು ನಿಮಗೆ ಈ ವಿಡಿಯೋನ ಇಷ್ಟ ಆದರೆ ನೀವು ಲೈಕ್ ಮಾಡಿ, ನಿಮ್ಮ ಫ್ರೆಂಡ್ಸಿಗೆ ರಿಲೇಟಿವ್ಸಿಗೆಲ್ಲ ಶೇರ್ ಮಾಡಿ. ಮತ್ತು ಇನ್ನೂ ಈ ಚಾನಲನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಲ್ಲ ಅಂದರೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಮತ್ತು ನಿಮ್ಮ ಕಮೆಂಟ್ಸ್ ಎಲ್ಲ ಕಮೆಂಟ್ ಬಾಕ್ಸಲ್ಲಿ ಮೆನ್ಷನ್ ಮಾಡಿ. ಇವಾಗ ನಾವು ಫ್ರೈ ಮಾಡಿರೋ ಅದೇ ಆಯಿಲು ಇದಕ್ಕೆ ಒಂದು 3 ಟೇಬಲ್ ಸ್ಪೂನಷ್ಟು ಹಾಕ್ಕೊಳ್ಳೋಣ. ದೊಡ್ಡ ಪಾತ್ರೆ ತೊಗೊಂಡಿದ್ದೀನಿ, ಇಲ್ಲಾಂದರೆ ಅದು ಮಿಕ್ಸ್ ಮಾಡೋಕ್ಕೆ ಕಷ್ಟ ಆಗುತ್ತೆ ಅಂತ ಈ ಥರ ದೊಡ್ಡದಾಗಿರೋ ಒಂದು ಪ್ಯಾನ್ ತೊಗೊಂಡಿರೋದು. ಅದರಲ್ಲಿ കടല ബീജ ഫ്രൈ ಮಾಡೋಣ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാലൻസ് വന്ന ഓയിൽ ഉണ്ടല്ലോ, അതൊന്നും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വലിയൊരു ഫ്രൈയിങ് പാനിലാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് ഈസി ആവും. ഇതിലാകുമ്പോൾ അതിൽ ചെറിയതായതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അത്രയും സേവ് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമുക്കത് അങ്ങനെ ചെറിയൊരു പാത്രത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിലക്കടല അതേ ഓയിലിട്ടിട്ട് ಫ್ರೈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് കോരി ಮಾറ്റാം. ಇವಾಗ ಕಡಲೆ ಬೀಜ ರೆಡಿಯಾಗಿದೆ, ಫ್ರೈ ಆಗಿದೆ, ಅದು ತೆಗಿಯೋಣ. ಇದಕ್ಕೆ ಹಸಿಮೆಣಸಿನ್ಕಾಯಿ, ಬೆಳ್ಳುಳ್ಳಿ, ಕರಿಬೇವು ಫ್ರೈ ಮಾಡೋಣ. ಚೆನ್ನಾಗಿ ಕ್ರಿಸ್ಪ್ ಆಗಬೇಕು. ಹಸಿಮೆಣಸಿನ್ಕಾಯಿ, ಕರಿಬೇವು, ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ಕ್ರಿಸ್ಪ್ ಆಗಿಲ್ಲ ಅಂದರೆ ಮಿಕ್ಸ್ಚರ್ ಬೇಗ ತಣ್ಣಕ್ಕೆ ಆಗೋಗುತ್ತೆ. ಹಾಗಾಗಿ ನೀರಿನ ಅಂಶ ಸ್ವಲ್ಪನೇ ಇರಬಾರ್ದು. നമ്മൾ ഇത് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും നല്ലോണം ക്രിസ്പായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മിക്സ്ചർ വേഗം തണുത്ത് പോവും. അതുകൊണ്ട് നല്ല അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടണം നമുക്ക്. അതുവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ആഡ് ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക. കായപ്പൊടി ചേർക്കുന്നതിനെ കൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി ಟೇಸ್ಟ್ ಇಷ್ಟವಿಲ್ಲದವ್ರಿಗೆ ಅದು ಒഴിವಾಕಾവുന്നದೇ ಉള്ളൂ. ನಿಮ್ಗೆ ಬೆಳ್ಳುಳ್ಳಿ ಟೇಸ್ಟ್ ಇಷ್ಟ ಆಗಲ್ಲ ಅಂದರೆ ಅದು ಸ್ಕಿಪ್ ಮಾಡ್ಕೊಬೋದು. ಯಾಕಂದರೆ ಹಿಂಗು ಸ್ವಲ್ಪ ಒಂದು ಅರ್ಧ ಟೀ ಸ್ಪೂನಷ್ಟು ಮಿಕ್ಸ್ ಮಾಡಿದ್ದೀನಿ ಇದಕ್ಕೆ. ಇವಾಗ ಸ್ವಲ್ಪ ಇದು ಕ್ರಿಸ್ಪ್ ಆಗಿದೆ. ಇದಕ್ಕೆ ಚಿಲ್ಲಿ ಪೌಡರ್ 1ರಿಂದ 1.5 ಟೀ ಸ್ಪೂನಷ್ಟು ಹಾಕ್ಬೋದು. ಖಾರ ನಿಮ್ಗೆ ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟು ನೋಡ್ಕೊಂಡು ಹಾಕ್ಕೊಳ್ಳಿ. ഞാൻ ഒരു ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ആക്കാം. നിങ്ങളുടെ ടേസ്റ്റിന് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ആക്കിയാൽ മതി. എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആക്കിയാൽ മതി അതിലേക്ക്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ്, അതിലേക്ക് ഉപ്പ് കുറച്ച് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില്ലി പൗഡർ ആക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം മിക്സായി വരുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടാവും. നമ്മൾ എത്രയാണെന്ന് നോക്കിയിട്ട് ആക്കിയാൽ മതി. ಸ್ವಲ್ಪ ಸಾಲ್ಟು ಮಿಕ್ಸ್ ಮಾಡೋಣ. ಸಾಲ್ಟ್ ನಿಮಗೆ ಟೇಸ್ಟ್ ನೋಡ್ಕೊಂಡು ಹಾಕ್ಕೊಳ್ಳಿ. ಯಾಕೆಂದರೆ ಚಿಲ್ಲಿ ಪೌಡ್ರ್ ಹಾಕಿರೋದ್ರಿಂದ ಸ್ವಲ್ಪ ಸಾಲ್ಟ್ ಬೇಕಾಗತ್ತೆ. ಇನ್ನು ಹುರ್ಗಡ್ಲೆ ಮತ್ತು ಕಡಲೆ ಬೀಜ ಫ್ರೈ ಮಾಡಿರೋದು, ಸೇವು ಎಲ್ಲ ಮಿಕ್ಸ್ ಮಾಡೋಣ ಒಟ್ಟಿಗೆ. നമ്മൾ പിന്നെ പൊട്ടുകടലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നിലക്കടലയും പിന്നെ സേവ് ഇതൊക്കെ ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചായ കുടിക്കുമ്പോൾ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സ്നാക്സ് വീട്ടിലെപ്പോഴും റെഡി ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചൂട് പോയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. താങ്ക് യു.